ദേശീയപാത 66 മൈലാട്ടിയിൽ ഫുട് ഓവർ ബ്രിഡ്ജിനുള്ള സമരം ശക്തമാക്കി കർമ്മസമിതി. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ തിങ്കളാഴ്ച രാവിലെ റോഡ് നിർമ്മാണ കരാറുകാരായ മേഘ കമ്പനിയുടെ മൈലാട്ടിയിലെ പ്ലാന്റ് ഉപരോധിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. നാടിനെ രണ്ടാക്കി മാറ്റുന്ന ദേശീയപാത 66 മേൽനടപ്പാലം വേണമെന്ന ഇപ്പോഴത്തെ തങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നേടിയെടുക്കാനുള്ള പരമാവധി പരിശ്രമത്തിലാണ് പൊയ്നാച്ചി മൈലാട്ടിയിലെ ജനങ്ങൾ. ഇതിനായി കർമ്മസമിതി രൂപീകരിച്ച് നാളുകളായി ഇവർ സമരപരിപാടികളും മറ്റും നടത്തിവരികയാണ്. ഇത് കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർ തിങ്കളാഴ്ച രാവിലെ ദേശീയപാത നിർമ്മാണ കരാറുകാരായ മേഘ കമ്പനിയുടെ മൈലാട്ടിയിലെ പ്ലാന്റ് ഉപരോധിച്ചത്. പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകരും സ്വയം സഹായ സംഘം പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം സമരത്തിൽ പങ്കെടുത്തു. നിലവിലുള്ള ഓവുചാലിനെ അടിപ്പാതയായി വിപുലീകരിക്കുക, മൈലാട്ടി ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് കയറാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വെച്ചു. ഒടുവിൽ പോലീസ് സാന്നിധ്യത്തിൽ സമരക്കാരും കമ്പനി അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മളിന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു സമരം ആരംഭിക്കുകയുണ്ടായി. കാരണം മൈലാട്ടിയിൽ നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട അടിപ്പാത അത് അപ്രായോഗികമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്നായിരുന്നു നമ്മൾ ആവശ്യം ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായി അനിശ്ചിതകാല സമരമടക്കം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കാം എന്ന നിലയിലുള്ള നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഇവിടെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ പോകുന്ന നിലയിൽ ഒരു സമരം ആരംഭിച്ചത്. അപ്പോൾ ഇത് ഈ സമരത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ മേലുദ്യോഗസ്ഥരെല്ലാം നമ്മളോട് സംസാരിച്ചു. ഇതിൻ്റെ ASP സാറും അതുപോലെ തന്നെ CI സാറെല്ലാം ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജറും ഇതിൻ്റെ നാഷണൽ ഹൈവേ മറ്റ് ഓഫീസ് അധികാരികളുമായെല്ലാം സംസാരിച്ചതിൻ്റെ ഭാഗമായി നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് പിന്നീട് 15 ദിവസം അതിൻ്റെ ഫോളോപ്പും കാര്യങ്ങളും ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ ഇവിടെ പണി ആരംഭിക്കാം എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 45 ദിവസം പണി ആരംഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സമരം ചെയ്യാം എന്ന നിലയിലുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് 45 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന ഉറപ്പാണ് ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് കർമ്മസമിതി സാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.